+2 ബയോളജി എക്സാമിന് പോകുമ്പം എല്ലാ കുട്ടികൾക്കും അറിയുന്ന ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നിങ്ങളും അറിഞ്ഞേ പറ്റുള്ളൂ. ഈ 10 ക്വസ്റ്റ്യൻ എന്തായാലും പഠിച്ചിട്ട് വേണം നിങ്ങൾ 24-ാം തീയതിയിലെ എക്സാമിന് വേണ്ടി പോകാൻ മക്കളെ. ഈ 10 ക്വസ്റ്റ്യനും അറിയില്ലെന്നുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ പഠിച്ചില്ല എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ എൻ്റെ മക്കളെ പരീക്ഷ എഴുതാൻ പോകരുത്. മിനിമം എൻ്റെ മക്കളെ ഈ 10 ക്വസ്റ്റ്യനും അതിലെ ഉത്തരങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണം. വൃത്തിക്ക് ശ്രദ്ധിക്കുക. എൻ്റെ ഒപ്പം തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എങ്ങനെ ഉണ്ടായിരുന്ന ക്ലാസ് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ ഒപ്പം തന്നെ ഇതിനിടയ്ക്ക് ഞാൻ പല ചോദ്യങ്ങളും ചോദിക്കും. അതിന് ഉത്തരം കൂടെ എൻ്റെ മുഞ്ചാരകൾ മൊഞ്ചത്തികളെ എൻ്റെ തക്കുടുക്കളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേടാ. ഓക്കെ, ആ 10 ചോദ്യം നോക്കാം. എന്തായാലും എൻ്റെ മക്കൾ പഠിച്ചിരിക്കണേ. ശ്രദ്ധിച്ചോ, പിരമിഡ് ഓഫ് എനർജി ഓൾവേസ് അപ്പറേറ്റ്. എന്തുകൊണ്ട് അപ്പറേറ്റ് ആകാൻ കാരണം, നിങ്ങൾ ഏത് എക്കോസിസ്റ്റം എടുത്താലും പിരമിഡ് ഓഫ് എനർജി ഏത് ഷേപ്പിലാണ് കിട്ടുക? ഈ അപ്പറേറ്റ് ഷേപ്പിലാണ് കിട്ടുക. ഒരിക്കൽ പോലും അത് എന്താകില്ല സാർ? ഇൻവേർട്ടഡ് ആകില്ല. ഒരിക്കൽ പോലും ഇൻവേർട്ടഡ് ആകില്ല, എപ്പോഴും അപ്പറേറ്റ് ആണ്. കാരണം എന്താ? 10% എഴുതി വെച്ചാൽ മതി. ഡ്യൂ ടു 10% എപ്പോഴും ചോദിക്കുന്നതാണ്, എപ്പോഴും എഴുതേണ്ട ഉത്തരവുമാണിത്. അടുത്ത് എന്താ സാറേ? GPP NPP എന്താ? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. NPP എന്താ? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. GPP NPP എഴുതി. ഇനി ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്താന്ന് ചോദിക്കും. എന്താ? GPP നിന്ന് റെസ്പിറേറ്ററി ലോസ് കുറച്ചാൽ മിച്ചമുള്ളതാണ് NPP. GPP - R = NPP. R എന്താ? റെസ്പിറേറ്ററി ലോസ് ആണ് സാറേ R എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത നോക്കാം മക്കളെ. ഈ രണ്ട് ഗ്രാഫ് തരും. ഈ രണ്ട് ഗ്രോത്ത് മോഡലാ. ജെ ഷേപ്പ്ഡ് ഗ്രോത്ത് മോഡൽ, ജെ ഷേപ്പ്ഡ് ഗ്രാഫ് ആണെങ്കിൽ അത് ഏത് ടൈപ്പ് ഗ്രോത്തിലാണ് കാണുക? എക്സ്പോണൻഷ്യൽ ഗ്രോത്തിലാണ് കാണുക. അവിടുത്തെ ഇക്വേഷൻ എന്താ? dN/dt = R × N. ഈ ജെ ഷേപ്പ് അല്ല, എസ് ഷേപ്പ് ആണെങ്കിൽ അതെവിടെ കാണുക? ലോജിസ്റ്റിക് ഗ്രോത്തിലാണ് കാണുക. ഈ ഷേപ്പ് ഗ്രാഫ്. അവിടുത്തെ ഇക്വേഷൻ എന്താ? dN/dt = R × N K - N/K. K എന്ന് പറഞ്ഞ ടേം വരുന്നത് ലോജിസ്റ്റിക് ഗ്രോത്തിന്റെ ഇക്വേഷനിലാണ്. ഇവിടെ R × N മാത്രമേ ഉള്ളൂ. R എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. അതെങ്ങനെ കണ്ടുപിടിക്കുക? R = ബർത്ത് റേറ്റ് - ഡെത്ത് റേറ്റ് ചെയ്താൽ മതി. K എന്ന് പറഞ്ഞാൽ ക്യാരിങ് കപ്പാസിറ്റി. എന്താ ക്യാരിങ് കപ്പാസിറ്റി? മാക്സിമം നമ്പർ ഓഫ് ഓർഗാനിസം എ പോപ്പുലേഷൻ ക്യാൻ അക്കോമഡേറ്റ്. ഒരു പോപ്പുലേഷനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന മാക്സിമം ഓർഗാനിസങ്ങളുടെ എണ്ണം, അതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ക്യാരിയിങ് കപ്പാസിറ്റി മക്കളെ, ക്യാരിയിങ് കപ്പാസിറ്റി. ഇത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് സാർ. ഒരു സ്പീഷീസിന് ബെനിഫിറ്റ്, മറ്റവന് ന്യൂട്രൽ. 0 ആണെങ്കിൽ കമൻസാലിസം, ഒന്നിന് നെഗറ്റീവ് 0 ആണെങ്കിൽ അമൻസാലിസം. ഒന്നിന് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ രണ്ടിടത്ത് വരും. പ്രിഡേഷനിലും പോസിറ്റീവ് നെഗറ്റീവാ, പാരസൈറ്റിസത്തിലും പോസിറ്റീവ് നെഗറ്റീവാ. രണ്ട് ഓർഗാനിസത്തിനും പ്രശ്നമാണെങ്കിൽ കോമ്പറ്റീഷനിലാണ് വരിക. ഇനി ഒരാളും കൂടെ ഉണ്ട്, മ്യൂച്വലിസത്തിന്റെ സൈൻ എന്താണെന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ മക്കളെ. അടുത്ത നോക്ക്, ഇത് ഏത് ടെക്നിക്കാന്ന് ചോദിക്കും. അഗ്രോസെൽ ഇലക്ട്രോഫോറസിസ് അല്ലെങ്കിൽ PCR. അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഒരു കൊല്ലം ഏജ് ചോദിച്ചാൽ ഒരു കൊല്ലം PCR ചോദിക്കും. ഒരു കൊല്ലം ഏജ് ചോദിച്ചാൽ ഒരു കൊല്ലം PCR ചോദിക്കും. ഇതെന്താ സാർ? ഏജ് അഗ്രോസെൽ ഇലക്ട്രോഫോറസിസ്. ഇതിൽ ഓർക്കേണ്ടത്, ലാർജ് DNA വലിപ്പം കൂടിയ DNA ബാക്കിൽ കാണുക. വലിപ്പം കുറഞ്ഞവർ എവിടെ കാണുക സാറേ? ഫ്രണ്ടിലാണ് കാണുക. വലിപ്പം കൂടിയവർ, കുറഞ്ഞവർ ഫ്രണ്ടിൽ, കൂടിയവർ ബാക്കിലാണ് കാണുക. അടുത്തത് DNA കഷ്ണങ്ങൾ ഇവിടെ നമ്മൾ എവിടെ കൊടുത്തു? ഇവിടെ നമ്മൾ കാതോട് കൊടുത്തു, ഇവിടുന്ന് ആനോട് കൊടുത്തു. ഇലക്ട്രിക് ഫീൽഡ് സ്റ്റോപ്പ് ചെയ്തപ്പം ഇവർ ചെതറി കിടക്കും. പക്ഷെ ഇവർ വേഗം ഈ മീഡിയത്തിൽ കാണാൻ പറ്റില്ല. ഈ അഗ്രോസ് മീഡിയത്തിൽ DNA വേഗം കാണാൻ പറ്റില്ല. അവരെ കാണണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം സാർ? ആദ്യം ഈ മീഡിയത്തിലേക്ക് ഒരാളെ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ പേര് എഥിഡിയം ബ്രോമൈഡ്. ഈ മീഡിയത്തിലേക്ക് ചേർക്കേണ്ട ആരാ? എഥിഡിയം ബ്രോമൈഡ് ഈ മീഡിയത്തിലേക്ക് ചേർക്കുക. എന്നിട്ട് ഈ മീഡിയത്തിലേക്ക് എന്തടിക്കുക? UV ലൈറ്റ് അടിക്കുക. എന്തൊക്കെ അടിക്കുക പറ? UV ലൈറ്റ്. അപ്പോഴേ നിങ്ങൾക്ക് DNA കഷ്ണങ്ങളെ ഈ മീഡിയത്തിൽ കാണാൻ പറ്റുള്ളൂ, വിഷ്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുള്ളൂ. വിഷ്വലൈസ് പറഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ. എങ്ങനെ സാർ DNA കാണാൻ പറ്റുക? എഥിഡിയം ബ്രോമൈഡ്. ട്രീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രവർത്തിപ്പിക്കുക, ആഡ് ചെയ്യുന്നു, ചേർക്കുന്നു. എന്തിനെ? എഥിഡിയം ബ്രോമൈഡിനെ. പിന്നെ എന്തടിച്ചു കൊടുക്കുന്നു? UV ലൈറ്റ്. ഇത് അടിച്ചു കൊടുത്താൽ എല്ലാ DNA കഷ്ണങ്ങളും ഏത് കളറിലാണ് കാണാമെന്ന് അറിയാമോ? നല്ല ഓറഞ്ച് കളറിൽ കാണും. എല്ലാ കഷ്ണങ്ങളും ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ കാണും. ടെക്നിക്ക് ഏതാന്ന് പറയണം. അതിന്റെ പ്രിൻസിപ്പ് ഇത് എന്തിനു ഉപയോഗിക്കുന്ന അറിയാമോ? ഡിസേബിൾ ജീനെ സെപ്പറേറ്റ് ചെയ്യാൻ. ഈ മീഡിയത്തിൽ ഏതാ നമ്മുടെ ഡിസേബിൾ ജീൻ എന്നറിയില്ല. നമുക്ക് വേണ്ട ജീനാണ് ഡിസേബിൾ ജീൻ. ആ ജീനെ നമ്മൾ പ്രൈമറുകൾ വെച്ച് കണ്ടുപിടിക്കും. അത് നിങ്ങൾ പഠിക്കൊന്നും വേണ്ട. ഇതിൽ കുറേ ജീൻ ഉണ്ട്. ഇതിൽ നമ്മുടെ ജീനെ നമ്മൾ പ്രൈമർ വെച്ച് കണ്ടുപിടിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ജീൻ, നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ അത് ആ മീഡിയം ഉൾപ്പെടെ പുറത്തേക്ക് എടുക്കും. മീഡിയം ഉൾപ്പെടെ നമ്മൾ പുറത്തേക്ക് സെപ്പറേറ്റ് ചെയ്യും. അതിൻ്റെ പേരാണ് എലൂഷൻ. ആ മെത്തേഡിൻ്റെ പേരെന്താ? എലൂഷൻ. അഗ്രോസ് മീഡിയത്തിൽ നിന്ന് നമുക്ക് വേണ്ട ജീനെ സെപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ പേരാണ് സാർ എലൂഷൻ. അടുത്ത ഇത് ഏതാന്ന് ചോദിക്കും സാർ. ഇത് കണ്ടാൽ അറിയാമല്ലോ. PCR എക്സ്പാൻഡ് ചെയ്യ്, പോളിമറൈസേഷൻ റിയാക്ഷൻ. അടുത്ത ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താ? ആംപ്ലിഫിക്കേഷൻ ചെയ്യുക. DNA ഇരട്ടിപ്പിക്കുക, എണ്ണം കൂട്ടുക, ആംപ്ലിഫിക്കേഷൻ ചെയ്യുക.
സ്റ്റെപ്പ് ഏതൊക്കെ? ഡിനാച്ചുറേഷൻ, അൺലിങ്ക്, എക്സ്റ്റൻഷൻ. ഡിനാച്ചുറേഷൻ, അൺലിങ്ക്, എക്സ്റ്റൻഷൻ. എന്നോർത്താൽ മതി. ഡിനാച്ചുറേഷൻ, അൺലിങ്ക്, എക്സ്റ്റൻഷൻ. ഇവിടെ ഉപയോഗിക്കുന്ന തെർമോസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചറിനെ സഹിച്ച് നിൽക്കുന്ന എൻസൈം. DNA പോളിമറൈസ് എൻസൈം ഉണ്ട്, അതിന്റെ പേരാ ടാക് പോളിമറൈസ്. ആ എൻസൈമിന്റെ പേരെന്താ? ടാക് പോളിമറൈസ് എന്ന് വിളിക്കുക. ഈ എൻസൈമിനെ വേർതിരിക്കുന്ന ബാക്ടീരിയന്റെ പേരാ ദർമസ് അക്വാട്ടിക്കസ് എന്ന മക്കളെ വിളിക്കുക. അടുത്ത സാറേ, ആദ്യമായി ജീൻ തെറാപ്പി ചെയ്ത് 4 വയസ്സുള്ള കുട്ടിയില്ല. ആ കുട്ടിക്ക് എന്താ അസുഖമായിരുന്നു? ADA ഡെഫിഷ്യൻസി. എന്താ ADA ഡെഫിഷ്യൻസി? ADA എന്ന് പറഞ്ഞ എൻസൈം കുറഞ്ഞു പോവുക. എന്താ ADA എൻസൈം? അഡിനോസിൻ ഡി അമിനേസ്. ഫുൾ ഫോം ചോദിക്കും. അഡിനോസിൻ ഡി അമിനേസ് ആണ് ADA. അത് കുറഞ്ഞു പോകുന്നതാണ് ADA ഡെഫിഷ്യൻസി. എന്താണ് സാർ ഈ എൻസൈമിന്റെ ഫംഗ്ഷൻ? ഈ എൻസൈം ഉണ്ടെങ്കിലേ നമ്മുടെ ബോഡിയിൽ എന്ത് മെച്ചുവർ ആകുള്ളൂ? ലിംഫോസൈറ്റുകൾ മെച്ചുവർ ആകുള്ളൂ. ലിംഫോസൈറ്റ് മെച്ചുവർ ആയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? പ്രതിരോധ ശക്തി, ഇമ്മ്യൂണിറ്റി കിട്ടുള്ളൂ മക്കളെ. അപ്പൊ ലിംഫോസൈറ്റുകളെ മെച്ചുവർ ആക്കുന്നതാണ് ADA എൻസൈം. ഈ എൻസൈം തീർന്നു പോവാ, കുറഞ്ഞു പോകുന്നതാണ് ADA ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞ രോഗം. ഇതിനു വേണ്ടിയാണ് ആദ്യമായിട്ട് 4 വയസ്സുള്ള കുട്ടിയിൽ ജീൻ തെറാപ്പി ചെയ്തത്. ഈ രോഗത്തിന് വേണ്ടിയാ. അപ്പൊ ADA ഡെഫിഷ്യൻസിയിൽ ADA എൻസൈം തീർന്നു പോകും. അപ്പൊ എന്താ പറ്റുക? ലിംഫോസൈറ്റിസ് കറക്റ്റ് സമയത്ത് മെച്ചുവർ ആകില്ല. അപ്പം ആ കുട്ടീൻ്റെ എന്ത് കുറഞ്ഞു? ഇമ്മ്യൂണിറ്റി കുറഞ്ഞു. ADA ഡെഫിഷ്യൻസി ബാധിച്ച കുട്ടീൻ്റെ ലക്ഷണം എന്താ? ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. ഈ അസുഖത്തെ എങ്ങനെ മറികടക്കാം? ഒന്നെങ്കിൽ ഈ കുട്ടീൻ്റെ ബോൺ മാരോ മാറ്റി വെച്ചാൽ മതി. ബോൺ മാരോ മാറ്റി വെക്കണം, നല്ല പൈസയാണ് കേട്ടോ. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി. ഈ എൻസൈം അല്ലേ ബോഡിയിൽ കുറവ്, നമ്മൾ വേണ്ട എൻസൈമിനെ ഇഞ്ചക്ട് ചെയ്യുന്നു, റീപ്ലേസ് ചെയ്യുന്നു. എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി ഏറ്റവും നല്ലത്. പെർമനന്റ്, സ്ഥിരമായിട്ട് രോഗം മാറണമെങ്കിൽ ഇത് രണ്ടും ചെയ്തിട്ട് കാര്യമില്ല. ഇത് ടെമ്പററി മെത്തേഡാ. ഇത് രണ്ടും താൽക്കാലികമായ ആശ്വാസമേ കിട്ടൂ. സ്ഥിരമായിട്ടുള്ള ആശ്വാസം കിട്ടണമെങ്കിൽ ജീൻ തെറാപ്പി ചെയ്യണം. സ്ഥിരമായിട്ട് ഈ രോഗം മാറണമെങ്കിൽ ജീൻ തെറാപ്പി ചെയ്യണം മക്കളെ. ജീൻ തെറാപ്പി. അടുത്തത് ട്രാൻസ്ജീനിക് ആനിമൽ. എന്താ? ആനിമൽ വിത്ത് ഫോറിൻ ജീൻ. ഒരു ആനിമൽ ഇതുവരെ ഇല്ലാത്ത ഒരു ജീനെ നമ്മൾ കൊടുക്കുന്നു. ഒരു പുതിയ ജീനെ കൊടുത്തതിനെ വിളിക്കുന്ന പേര്, ആനിമലിനെ വിളിക്കുന്ന പേരാ ട്രാൻസ്ജീനിക് ആനിമൽ, അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽ. പുതിയ ജീനെ പുറത്ത് നിന്ന് കൊടുത്ത ഒരു ജീനെ കൊടുത്ത ആനിമൽ, അതാണ് ഫോറിൻ ജീൻ എന്ന് പറഞ്ഞാൽ. പുറത്തുനിന്നൊരു ജീനെ കൊടുക്കുന്നു, അതാണ് ഫോറിൻ ജീൻ. ആനിമലാണ് ട്രാൻസ്ജീനിക് ആനിമൽ. അവരെന്തിനു ഉപയോഗിക്കുക? ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ജീനിക് ആനിമൽ ആരാ? റൈസല്ല. അയ്യോ, റൈസല്ല മക്കളെ. ഏതാ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന? മൈസ കേട്ടോ. റോസിൻ്റെ 6ഉം മൈസിൻ്റെ ഇത് കമ്പൈൻ ചെയ്ത് പോയി മക്കളെ, റൈസായി പോയി. മൈസ കേട്ടോ. ഈ ട്രാൻസ്ജീനിക് ആനിമൽ നമ്മൾ എന്താ ഉപയോഗിക്കാന്നറിയോ? ഒരു ഓർഗാനിസത്തിൻ്റെ നോർമൽ ഫിസിയോളജി പഠിക്കാൻ, അവരുടെ ബോഡിയിലെ ഫങ്ഷൻസ് പഠിക്കാൻ ഒരു ജീൻ നിങ്ങൾ കണ്ടുപിടിച്ചു. ആ ജീനെ നേരെ ട്രാൻസ്ജീനിക് ആനിമൽസിന് ഇട്ട് കൊടുക്കുക. ആ ജീൻ അവരുടെ നോർമൽ ഫങ്ഷൻസിനെ എങ്ങനെ ബാധിക്കും നിങ്ങൾക്ക് ട്രാൻസ്ജീനിക് ആനിമൽസിനെ വെച്ച് പഠിക്കാം. അടുത്ത ഒരു അസുഖത്തെക്കുറിച്ച് പഠിക്കണം. ക്യാൻസറിനെ വെച്ച് പഠിക്കണം. ക്യാൻസർ ഉണ്ടാക്കുന്ന ജീനെ ട്രാൻസ്ജീനിക് ആനിമൽസിന് കൊടുക്കുക. ആ ജീവൻ്റെ ഉള്ളിൽ ക്യാൻസർ വരും. അപ്പോൾ ക്യാൻസറിനെ കുറിച്ച് പഠിക്കാം. പുതിയതായിട്ട് വാക്സിൻ കണ്ടുപിടിച്ചു, കെമിക്കൽ കണ്ടുപിടിച്ചു, ഉടനെ മനുഷ്യന്മാർക്ക് കൊടുക്കാൻ പറ്റില്ല. ട്രാൻസ്ജീനിക് ആനിമൽസിനെ കൊടുത്ത് സേഫ് ആണെങ്കിലേ നമുക്ക് തരുള്ളൂ. ടു സ്റ്റഡി സേഫ്റ്റി ഓഫ് വാക്സിൻ ആൻഡ് കെമിക്കൽ, ടു പ്രൊഡ്യൂസ് ചില പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ. ഇൻസുലിൻ ഉണ്ടാക്കണം. ആ ജീനെ ട്രാൻസ്ജീനിക് ആനിമൽസിന് കൊടുത്താൽ മതി, അവർ ഇൻസുലിൻ ഉണ്ടാക്കിക്കോളും. ഇതേപോലെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയ 2 പ്രൊഡക്റ്റാണ് ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ, ആൽഫ-ലാക്റ്റാൽബുമിൻ. ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീനാണ്. അത് ഉപയോഗിച്ച് ചികിത്സിക്കുന്ന രോഗമാണ് ഏത്? എംഫിസിമ. ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ വെച്ചാണ് ചികിത്സിക്കുക. ഫസ്റ്റ് ട്രാൻസ്ജീനിക് കൗവിൻ്റെ പേരെന്താ? റോസി. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ജീനിക് ആനിമൽ ആരാ? മൈസ്. ഇത് കമ്പൈൻ ചെയ്താൽ മക്കളെ റൈസായി പോയിട്ട് ഒന്നും വിചാരിക്കല്ലേ. ഓക്കെ, അടുത്ത മക്കളെ ഇത് ഡയഗ്രാം ഒന്ന് അടയാളപ്പെടുത്താൻ. ഏതാ വരിക സാറേ? ഇത് 3 എന്താ? ആൻറ്റിപോഡൽസാ വരിക. ഇതെന്താ? പോളാർ ന്യൂക്ലിയർ. പോളാർ ന്യൂക്ലിയറുള്ള സെല്ലിൻ്റെ പേരെന്താ? സെൻട്രൽ സെൽ. ഇത് എഗ്. ഇത് 2 സിനർജിഡ്. സിനർജിസിലെ തിക്കനിങ്ങിൻ്റെ പേരെന്താ? ഫിലിഫോപാർട്ടസ്. അതിൻ്റെ പണി എന്താ? ഗൈഡ് പോളൻ ട്യൂബ്. എഗിനെയും സിനർജിസിനെ ചേർത്ത് വിളിക്കുന്ന പേരാണ് മക്കളെ എഗ് അപ്പാരറ്റസ്. എന്താ വിളിക്കുക? എഗ് അപ്പാരറ്റസ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഡയഗ്രാം ആട്ടോ. ഇതിൽ ഏതാ സാറേ ഡിപ്ലോയിഡ് സെൽ? ഏതാണ് ഡിപ്ലോയിഡ് സെൽ? ഇതിലെല്ലാം ഹാപ്ലോയിഡ് ആണ്. ഒറ്റ മാത്രമേ ഡിപ്ലോയിഡ് ഉള്ളൂ. ഈ കാണുന്ന നടുക്കത്തെ സെൻട്രൽ സെൽ. സെൻട്രൽ സെൽ മാത്രമേ ഡിപ്ലോയിഡ് ഉള്ളൂ. ആൻറ്റിപോഡൽ ഹാപ്ലോയിഡാ, എഗ് ഹാപ്ലോയിഡാ, സിനർജിഡ് ഹാപ്ലോയിഡാ. സെൻട്രൽ സെല്ലിലെ 2 ന്യൂക്ലിയസിന്റെ പേരാണ് പോളാർ ന്യൂക്ലിയർ. എന്താ സാർ ഔട്ട്ബ്രീഡിംഗ് ഡിവൈസ്? എപ്പോഴും ചോദിക്കും. എന്താ ഔട്ട്ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ? ഔട്ട്ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ സെൽ പോളിനേഷനെ ഡിസ്കറേജ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. പ്ലാന്റിന് ഏറ്റവും ഇഷ്ടം
ക്രോസ് പോളിനേഷനാ, സെൽഫ് പോളിനേഷൻ അല്ല. അപ്പോൾ പ്ലാന്റ് എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലൊക്കെ സെൽഫ് പോളിനേഷനെ കുറയ്ക്കാൻ നോക്കും, ഓട്ടോഗമിനെ കുറയ്ക്കാൻ നോക്കും. സെൽഫ് പോളിനേഷനെ കുറയ്ക്കാൻ പ്ലാന്റ് തന്നെ സ്വീകരിക്കുന്ന മാർഗങ്ങളാണ് മക്കളെ എന്ത്? ഔട്ട്ബ്രീഡിംഗ് ഡിവൈസ്. എന്തൊക്കെയാ സാറേ അവർ സ്വീകരിക്കുന്ന മാർഗങ്ങൾ എന്നറിയാമോ? ബൈസെക്ച്വൽ ഫ്ലവർ ഉണ്ടാക്കുമ്പോഴാണ് സെൽഫ് പോളിനേഷൻ നടക്കുക. അപ്പോൾ അവരെന്തുണ്ടാക്കും? യൂണിസെക്ച്വൽ ഫ്ലവർ ഉണ്ടാക്കും. യൂണിസെക്ച്വൽ ഫ്ലവർ പ്രൊഡക്ഷൻ. ബൈസെക്ച്വൽ ഫ്ലവറിന് പകരം അവർ യൂണിസെക്ച്വൽ ഫ്ലവർ ഉണ്ടാക്കും. യൂണിസെക്ച്വൽ ഫ്ലവർ ഉണ്ടാക്കിയാൽ എന്താ പറ്റുക? സെൽഫ് പോളിനേഷൻ നടക്കില്ല, ഓട്ടോഗമി നടക്കില്ല. ബൈസെക്ച്വൽ ആണെങ്കിലേ ഓട്ടോഗമി നടക്കുള്ളൂ. ഇനിയിപ്പോൾ യൂണിസെക്ച്വൽ ഫ്ലവർ ഉണ്ടാക്കി, ഇനി ചില ചെടികൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അവരുണ്ടാക്കി ഇത് ബൈസെക്ച്വൽ ആണെന്നിരിക്കട്ടെ. ബൈസെക്ച്വലിന്റെ പ്രത്യേകത എന്താ? അതിൽ ആന്തറും കാണും, അതിൽ തന്നെ സിഗ്മയും കാണും. നേരെ ഇങ്ങോട്ട് വന്ന് വീഴും. ഈ ആന്തറിൽ നിന്നുള്ള പോളെങ്കിലും വന്ന് വീഴുന്നതാണ് ഓട്ടോഗമി. ഇതെങ്ങനെ തടയാന്നറിയാമോ? ബൈസെക്ച്വൽ ഫ്ലവർ ഉണ്ടാക്കിയാലും ഓട്ടോഗമിനെ നമുക്ക് തടയാം. എങ്ങനെ? ഈ ആന്തറിനെയും സിഗ്മേനെയും ഡിഫറെന്റ് ടൈമിലാണ് പ്ലാന്റ് മെച്ചുർ ആക്കുക. ആന്തറും സിഗ്മയും സെയിം ടൈമിൽ മെച്ചുർ ആയാലോ ഇവിടുന്നുള്ള പോളെങ്കിലും പുറത്ത് വരും, ഇവൻ വാങ്ങിക്കും, സെൽഫ് പോളിനേഷൻ നടത്തും. ആന്തറും സിഗ്മയും ഡിഫറെന്റ് ടൈമിലാണ് സാറേ മെച്ചുർ ആകുക. ആന്തറും സിഗ്മയും ഡിഫറെന്റ് ടൈമിലാണ് മെച്ചുർ ആകുക. അടുത്ത പ്രത്യേകത എന്താണെന്നറിയാമോ? ആന്തർ സിഗ്മേനെയും രണ്ട് പൊസിഷനിലേക്ക് വെക്കും. രണ്ടും അടുത്തിരിക്കുമ്പോഴല്ലേ ഓട്ടോഗമി നടക്കുക. രണ്ടും ഡിഫറെന്റ് പൊസിഷനിലേക്ക് വെച്ചാലോ, ഒന്നിങ്ങോട്ട് ഒന്നിങ്ങോട്ട്, രണ്ടിടത്തേക്ക് വെച്ചാലോ, രണ്ട് പൊസിഷനിലേക്ക് വെച്ചാലോ ഓട്ടോഗമി നടക്കില്ല. യൂണിസെക്ച്വൽ ഫ്ലവർ ഉണ്ടാക്കും, ആന്ത്രസിഗ്മേൻ ഡിഫറെന്റ് ടൈമിൽ മെച്ചർ ആകും, ആന്ത്രസിഗ്മേൻ ഡിഫറെന്റ് പൊസിഷനിലേക്ക് വെക്കും, ഡിഫറെന്റ് ലൊക്കേഷനിലേക്ക് വെക്കും. അടുത്തയാണ് മക്കളെ സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. എന്താ സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി? ഇറ്റ് ഈസ് എ എബിലിറ്റി ഓഫ് സിഗ്മ ടു റിജക്ട് സെൽഫ് പോളൻ. സ്വന്തം പോളൻ ഗ്രൈനെ, സെൽഫ് പോളനെ സിഗ്മയ്ക്ക് അകറ്റി മാറ്റാൻ കഴിവുണ്ട്. ആ കഴിവാണ് എന്ത്? സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. നോക്കൊരു ബൈസെക്ച്വൽ ഫ്ലവറാ. ബൈസെക്ച്വൽ ഫ്ലവർ ആണെങ്കിൽ തന്നെ എന്ത് നടക്കാനാ ചാൻസ്? ഓട്ടോഗമി, സെൽഫ് പോളിനേഷൻ നടക്കാനാ ചാൻസ്. അപ്പോൾ പ്ലാന്റ് പറയും, എടാ സിഗ്മേ ഇതാണല്ലോ സിഗ്മ, സൈല് ഓവറി, എടാ സിഗ്മേ ഈ ആന്തറിൽ നിന്ന് വരുന്ന പോളൻ ഗ്രൈനെ നീ ഒരു കാരണം വെച്ചാലും വാങ്ങിക്കരുത്. വാങ്ങിച്ചാലല്ലേ ഓട്ടോഗമി നടക്കുക, ഒരിക്കലും വാങ്ങിക്കില്ലെന്ന് പറയും. അപ്പോൾ ഇവൻ ഈ ആന്തറിൽ നിന്ന് വരുന്ന പോളങ്കിനെ അങ്ങ് അകറ്റി മാറ്റും. ഈ സിഗ്മയ്ക്ക് ഇതിന്റെ തൊട്ടടുത്ത ആന്തറിൽ നിന്ന് വരുന്ന പോളങ്കിനെ വിളിക്കുന്ന പേരെന്താ? സെൽഫ് പോളൻ എന്നാ വിളിക്കുക. ഒരു സിഗ്മയ്ക്ക് തൊട്ടടുത്ത ആന്തറിൽ നിന്ന് വരുന്ന പോളങ്കിനെ വിളിക്കുന്ന പേരാ സെൽഫ് പോളൻ. ഈ സെൽഫ് പോളൻ വന്ന് വീണാലും ഈ സിഗ്മ വേഗം വാങ്ങിക്കില്ല. സെൽഫ് പോളനെ സിഗ്മ അകറ്റി മാറ്റും. നീ പോ നീ എൻ്റെ അടുത്തുള്ള ആന്തറിൽ നിന്നുള്ള പോളങ്കിന നിന്നെ എനിക്ക് വാങ്ങിക്കില്ലെന്ന് എൻ്റെ പ്ലാന്റ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ വാങ്ങിക്കില്ല. സെൽഫ് പോളനെ വാങ്ങാതിരിക്കാനുള്ള സിഗ്മേന്റെ കഴിവ്, അതാണ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. എബിലിറ്റി ഓഫ് സിഗ്മ ടു റിജക്ട് സെൽഫ് പോളൻ. സെൽഫ് പോളനെ അകറ്റി മാറ്റുമ്പോഴോ സെൽഫ് പോളിനേഷൻ നടക്കില്ല, ഓട്ടോഗമി നടക്കില്ല. ഇതിവിടെ വീണാലല്ലേ ഓട്ടോഗമി നടക്കുക. ഇതിവിടെ വീഴുന്നതിന് മുമ്പ് സിഗ്മ അതിനെ അകറ്റി മാറ്റും. അപ്പോൾ സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി ഉണ്ട്. ഈ 4 മെത്തേഡ് ഉള്ളതുകൊണ്ടാണ് പ്ലാന്റിൽ സെൽഫ് പോളിനേഷൻ കുറയുന്നത്. പ്ലാന്റിലെ സെൽഫ് പോളിനേഷനെ കുറയ്ക്കാൻ പ്ലാന്റിൽ തന്നെ സ്വീകരിക്കുന്ന മാർഗങ്ങളുടെ പേരാണ് എന്ത്? ഔട്ട്ബ്രീഡിംഗ് ഡിവൈസുകൾ. പഠിച്ചു വെച്ചേക്കണം മക്കളെ. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് പഠിപ്പിക്കണം മക്കളെ. പഠിച്ചേക്കണേടാ, പറ്റിക്കല്ലേ. ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്, പഠിച്ചേക്കണേടാ. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. വല്ലോ മനസ്സിലായെന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതേപോലെ പറയാം, എന്നാലേ തിരുത്താൻ പറ്റുള്ളൂ. പഠിച്ചേക്കണേ, ഉഴപ്പിക്കളയല്ലേ. +1 ബയോളജി ടഫായിരുന്നു, ഉഴപ്പിക്കളയല്ലേ.